ഇടുക്കി ജില്ലയിൽ വന്യജീവി ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിന് മുന്നറിയിപ്പുമായി കോൺഗ്രസ് ജില്ലാ നേതൃത്വം. വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണുന്നത് ഇനിയും വൈകിയാൽ ജില്ലാ ബന്ദ് ഉൾപ്പെടെ സമരപരിപാടികളിലേക്ക് കടക്കാൻ കോൺഗ്രസ് നിർബന്ധിതരാകുമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു മൂന്നാറിൽ പറഞ്ഞു. ജില്ലയിൽ വന്യജീവി ആക്രമണം വർദ്ധിച്ചുവരികയും കാട്ടാനക്കലിയിൽ കൂടുതൽ ജീവനുകൾ പൊലിയുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് കോൺഗ്രസ് ജില്ലാ നേതൃത്വം രംഗത്ത് വന്നിട്ടുള്ളത്. വന്യജീവി ആക്രമണത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ സർക്കാർ സത്വര നടപടി സ്വീകരിക്കണമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു മൂന്നാറിൽ പറഞ്ഞു. വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണുന്നത് ഇനിയും വൈകിയാൽ ജില്ലാ ബന്ദ് ഉൾപ്പെടെയുള്ള സമരപരിപാടികളിലേക്ക് കടക്കാൻ കോൺഗ്രസ് നിർബന്ധിതരാകുമെന്നും CP മാത്യു മൂന്നാറിൽ പറഞ്ഞു. തോട്ടം മേഖല അതിഭയങ്കരമായ ഭീതിയിലാണ് അവരുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. വീട്ടിൽ അവർക്ക് കഞ്ഞി വെക്കാൻ മാർഗമില്ല. ഏത് സമയത്തും ജീവൻ എടുക്കും ഈ കാട്ടുമൃഗങ്ങൾ എന്ന ധാരണയിലാണ് അതുങ്ങളുടെ ദിവസം തള്ളി നിൽക്കുന്നത്. അതുകൊണ്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ കോൺഗ്രസ് ജില്ലാ ബന്ദ് അടക്കമുള്ള സമരപരിപാടികൾ അത് ശാശ്വതമായി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതിനുള്ള സമരപരിപാടികൾ സകല മന്ത്രിമാരെയും വഴിയിൽ തടഞ്ഞുകൊണ്ടുപോകുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് ഈ സമരം മാറ്റുവാൻ ഞങ്ങൾ നിർബന്ധിതമാകും. തോട്ടം മേഖലയിൽ വന്യജീവി ആക്രമണം വർദ്ധിച്ച സാഹചര്യത്തിൽ തൊഴിലാളി കുടുംബങ്ങൾ ഭീതിയോടെയാണ് കഴിഞ്ഞുകൂടുന്നത്. കാട്ടുമൃഗങ്ങൾ ഏതു സമയത്തും ആളുകളുടെ ജീവനെടുക്കുമെന്ന സാഹചര്യമാണ് ജില്ലയിൽ നിലനിൽക്കുന്നതെന്നും CP മാത്യു വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.